ഇന്നെൻ്റെ ഈ വർക്കിംഗ് സ്പേസ് മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. വർക്ക് ചെയ്യുന്ന സ്പേസ് ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന സ്ഥലമാണെങ്കിലും അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ട് ഇരുന്നാലുള്ളൂ നമുക്ക് അതിനൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷനും ഒരു ഇൻസ്പിറേഷനൊക്കെ ഉണ്ടാവുള്ളൂ, മൂഡും വരുള്ളൂ. അപ്പോൾ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു സെറ്റപ്പിലാണ് ഒക്കെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതും ഇവിടെയാണ് ഞാൻ സിസ്റ്റത്തിൽ വെച്ചിട്ട് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഞാൻ ടേബിളിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു ഷീറ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് അതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് വിരിക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കെയർ ചെയ്തിട്ടും ചളിയൊന്നും ആവാണ്ട് നോക്കിയാലുള്ളൂ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. എന്നാലും എൻ്റെ അശ്രദ്ധ മൂലം അതിൻ്റെ അകത്ത് കുറച്ച് പെയിൻറ്റും കട്ടിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കട്ടിങ് മാറ്റ് മേടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ. മൊത്തത്തിലൊന്ന് ഒഴിവാക്കി ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ഒന്ന് ഫ്രീ ആയിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാം ഫീലാണ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ അതിലെ ഐറ്റംസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു MDFിൻ്റെ ബോർഡ് എടുത്തിട്ട് ഒരു കുഞ്ഞു ഷെൽഫ് കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഷെൽഫ് ഉണ്ടാക്കുന്ന പണിയിലാണ് ഇപ്പം. ഈ ഷെൽഫ് ഒരു വൻ പാളിച്ചയായിരുന്നു, എന്നാലും നിങ്ങളെ വീഡിയോയിൽ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത്. MDF ബോർഡിൻ്റെ അകത്ത് നമ്മൾ ഫ്ലഷൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവാണ് ചെയ്യുക. ആ ഒരു കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടാണ് ഈ ഒരു ബോർഡ് ഇതുപോലെ ഒട്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതുപോലത്തെ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഒട്ടിച്ച സമയത്ത് പോരാനുണ്ടായിരുന്നത്. കണ്ടോ, ഇതുപോലെ മൊത്തത്തിൽ ഇളകി പോരുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വലുത് ഒട്ടിച്ച സമയത്ത് ഇളകി പോരാനൊക്കെ ഉണ്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു ചെറുത് മാത്രമായിട്ട് ചെയ്യാന്ന്. പക്ഷേ ഈ വീഡിയോ എടുത്ത് ഞാൻ ഇതിന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അതും കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ടേബിളിലേക്ക് വീണിട്ട് അതും കേട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് വാളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന 2 ഷെൽഫ് മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജേർണൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് ബുക്സും എൻ്റെ ഡയറീസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് 2 ഷെൽഫ് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ്. ഫ്ലോട്ടിങ് ഷെൽഫ് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഇല്ലാതെ നിൽക്കാം. ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ അഴിക്കുമ്പോഴല്ലാതെ താഴേക്ക് വീഴുക അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്ലോട്ടിങ് ഷെൽഫ് മേടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഈ ഒരു ഐഡിയ നമ്മുടെ കടൽ ക്ലൗഡിലെ ആര് ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ അതുപോലെ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കടൽ ക്ലൗഡിൽ ആര് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോം ബോർഡ് വെച്ചിട്ടാണ് ഇതുപോലത്തെ കുഞ്ഞു ഷെൽഫൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. MDF ബോർഡ്സ് ഒന്നും വെച്ചിട്ടായിരുന്നില്ല. ഏതായാലും ഞാനിങ്ങനെ ചെയ്തപ്പോൾ ഫ്ലോപ്പായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതും അതുപോലത്തെ MDFിൻ്റെ ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഗ്രിഡാണ് കേട്ടോ. ഇതെനിക്ക് ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. ഇതെൻ്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് എൻ്റെ കയ്യിലുള്ള ഹിജാബ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ എല്ലാം നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ വാളിൽ ഇത് ഒരു ഗ്രിഡായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ക്ലിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ അടിപൊളിയാക്കിയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനിതിൻ്റെ 2 സൈഡിലും മുകളിൽ കൂടെ വരുന്ന രീതിക്ക് ലൈറ്റ്സും അതുപോലെ പ്ലാന്റ്സുമാണ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ലീവ്സിൽ നിന്ന് ഒരൊറ്റ സ്ട്രിങ് മാറ്റി എടുത്തിട്ട് അത് 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഷെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് മൊത്തത്തിലൊന്ന് സീൽ ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഓരോ കോർണറിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ഞാനത് മൊത്തത്തിലൊന്ന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഓർഗനൈസ് ചെയ്ത് നിൽക്കുകയാണെങ്കിലും കൺജസ്റ്റഡ് ആയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് കാണാനാണ് എനിക്കിഷ്ടം. നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ റെഫറൻസിലെ പോലെ മൊത്തത്തിലെല്ലാം അറേഞ്ച് ചെയ്ത് കാണാൻ അത്യാവശ്യം കാണുമ്പോൾ തിങ്ങി തിരിങ്ങി നിൽക്കുന്ന പോലൊക്കെ തോന്നുമെങ്കിലും എനിക്കിങ്ങനെ കാണാനാണൊക്കെ ഇഷ്ടം. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ഇഷ്ടമാവണമെന്നില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, എനിക്കിങ്ങനെ കാണാനാണ് ഇഷ്ടം. സോ എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഞാൻ ഇതുപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. മുകളിൽ ഒരൊറ്റ സ്ട്രിങ് പ്ലാന്റ് കൊടുത്തപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കത് തൃപ്തി വരാത്തതുകൊണ്ട് ഞാൻ ഒരു സ്ട്രിങ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വന്ന് മൊത്തത്തിലുള്ള ലുക്കായി വന്നപ്പോൾ എനിക്ക് അത് മൊത്തത്തിൽ വെക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ചിലപ്പോൾ ഞാനത് എടുത്ത് ഒഴിവാക്കും കേട്ടോ. ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയാണ് ഭംഗി എന്നുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാനായിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സെറ്റപ്പ് ഞാൻ വെറും ഒരു 150 രൂപ കോസ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ബാക്കി എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ഞാൻ ആ പെഗ് ബോർഡും അതുപോലെ
സൈഡിൽ കാണുന്ന വാൾ പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങളാ കാണുന്ന പെഗ് ബോർഡ് ഞാൻ ഫോം ബോർഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ സൈഡിലായിട്ട് കാണുന്ന വാൾ പോസ്റ്റേഴ്സ് വൈറ്റ് ചാർട്ടിൽ വരച്ചിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ റൂമിൽ കയറിയിട്ട് എൻ്റെ ഒരു ഏരിയ കണ്ട എല്ലാവരും എനിക്ക് നല്ല റിവ്യൂസാണ് തന്നിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ വാൾ പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് ചെയ്ത പോലെ തന്നെയാണ് കാണാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ കോംപ്ലിമെൻറ്റ് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനെ പറ്റി പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. പെഗ് ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ വാൾ പോസ്റ്റേഴ്സ് വരയ്ക്കുന്ന വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാനതിൻ്റെ വീഡിയോ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതേപ്പോൾ നമ്മുടെ ലീവ്സൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്കുള്ള ലൈറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇതെൻ്റെ മോന് ഞങ്ങളൊരു ദിവസം പുറത്ത് പൂരത്തിന് പോയ സമയത്ത് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബലൂണിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ലൈറ്റാണ്. ഞാനിത് ഈ ഒരു ടൈ യൂസ് ചെയ്തിട്ട് ജനാലിൻ്റെ കമ്പിൻ്റെ അകത്ത് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ലീപ്സിൻ്റെ അടുത്തേക്ക് വരുന്ന രീതിക്ക് സ്ട്രിങ് എല്ലാം ഒട്ടിച്ചു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഈ ഒരു ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ തീരെ കട്ടില്ലാത്ത സ്ട്രിങ്, അത് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഞാൻ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് പൊട്ടിപ്പോവാനുണ്ടായത്. അതുകൊണ്ട് ഇത് ഞാൻ നല്ലപോലെ കെയർ ചെയ്തിട്ടാണ് ക്ലോക്ക് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതൊരുപാട് കാലം നിന്നിട്ടുണ്ട്. മറ്റേത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഒരു സ്വിച്ചാണ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നത്. അത് ഇല്ലെങ്കിലും വർക്കിംഗ് കണ്ടീഷനിലൊക്കെയാണ്. അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് ഓവറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരൊറ്റ സ്ട്രിങ് ലൈറ്റ് മാത്രം കൊടുക്കുന്നത്. ഇപ്പോഴും എനിക്കിതിൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങൾ വെക്കാതെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഫൈനൽ ലുക്ക് കാണിക്കുന്ന സമയത്ത് കർട്ടൻസ് എല്ലാം ഇട്ടിട്ട് കാണിച്ചുതരാം. ഇനി അടുത്തതായിട്ട് പെഗ് ബോർഡിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങൾ ഈ പെഗ് ബോർഡിൻ്റെ അകത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. പെഗ് ബോർഡിൻ്റെ അകത്തും പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു ഷെൽഫിലും കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇപ്പോൾ ഈ ഏരിയ നല്ല കാംഫുള്ളായിട്ട് തോന്നുമെങ്കിലും എല്ലാം വെച്ച് വരുമ്പോൾ മൊത്തത്തിൽ തിങ്ങി തിരിങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ഒന്ന് കൺജസ്റ്റഡ് ആയ പോലെ. അങ്ങനെയാണൊക്കെ എനിക്കിഷ്ടം. ഞാൻ ഒരുപാട് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പെഗ് ബോർഡിൻ്റെ അകത്ത് നിറച്ച് സംഭവങ്ങൾ വെച്ചിട്ടുള്ളത്. അത്രയും സംഭവങ്ങളൊന്നും വെക്കാനും കളർഫുള്ളായിട്ടുള്ള തിങ്സൊന്നും നമ്മളെ കയ്യിലില്ലെങ്കിലും എൻ്റെ കയ്യിലുള്ളത് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെഗ് ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കിയത് ഒരിക്കലും നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് ഓർഗനൈസ് ചെയ്ത് നിൽക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. മറ്റേതെല്ലാം ഞാനൊരു ബോക്സിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കുള്ളൊരു പെഗ് ബോർഡ് മേടിച്ചിട്ട് എല്ലാം നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓൾറെഡി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് 2 പ്ലാന്റ്സ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇനി ഫ്ലോട്ടിംഗ് ഷെൽഫ് മേടിക്കുന്ന സമയത്ത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് എനിക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിന് പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാന്റ് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതന്നെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ ടേബിളിൻ്റെ അകത്ത് നിരത്തി വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും പെഗ് ബോർഡിൻ്റെ അകത്ത് തന്നെ വെക്കാനുള്ളതല്ല. കുറച്ച് സാധനങ്ങൾ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കാനായിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ബ്രഷ് പെൻസും കാര്യങ്ങളൊക്കെ ഞാനൊരു ഓർഗനൈസർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് വെക്കാറ്. അപ്പോൾ അത് അവിടെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഈ പെഗ് ബോർഡിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അതിനകത്ത് എന്തൊക്കെയാണ് എനിക്ക് പെഗ് ബോർഡിൽ വെച്ച് കാണാൻ ആഗ്രഹമുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് ഞാൻ പെഗ് ബോർഡിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് വെർട്ടിക്കലായിട്ടുള്ള ബോക്സസും ഹൊറിസോണ്ടലായിട്ടുള്ള ബോക്സസും അതുപോലെ കുറച്ച് ഫ്ലോട്ടിംഗ് ഷെൽഫ് പോലൊരു കുഞ്ഞു സംഭവം, പിന്നെ കുറച്ച് പേപ്പർ റോൾസൊക്കെ വെച്ചിട്ടാണ് ഞാൻ സിസേഴ്സും കാര്യങ്ങളൊക്കെ തൂക്കിയിടാനുള്ള സെറ്റപ്പൊക്കെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പെഗ് ബോർഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ അതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ജസ്റ്റ് വേണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. പെഗ് ബോർഡ് എന്ന സംഭവം മനസ്സിലിങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഗ്ലൂ ഗണ്ണും. അതുപോലെ എൻ്റെ കയ്യിൽ ആ ഇപ്പോൾ ബ്ലാക്ക് കളറിൽ കാണുന്ന സംഭവം ഒരു ഡിജിറ്റൽ ക്ലോക്കാണ്. അതും പിന്നെ എൻ്റെ സ്പെക്കും. ഇത് 3ഉം എന്തായാലും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. ആ 3 സംഭവം ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പെഗ് ബോർഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അപ്പോൾ എല്ലാവർക്കും കഴിയും. ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കഴിയും.
നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതുപോലത്തെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു 4 മിനിറ്റ്സ് 5 മിനിറ്റ്സിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ഇത്രയും ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഒരു ലോങ് വീഡിയോ എന്തായാലും ഓർഗനൈസ് ചെയ്യുന്നൊരു വീഡിയോ ആകുമ്പോൾ അത്യാവശ്യം ലോങ് ആവും. എല്ലാവർക്കും അറിയാവുന്ന നമുക്ക് ഒരുപാട് മണിക്കൂറത്തെ ഒരു എഫേർട്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് കാണുന്നത്. എനിക്ക് മോനും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ 2 ദിവസം വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഈ ഒരു ഡെസ്കും അതുപോലെ എൻ്റെ പിക് ബോർഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മൾ അവരെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എത്രത്തോളം റിസ്ക് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ എൻ്റെ മോനെ ഉറക്കിയിട്ടാണ് വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും എല്ലാം. ഞാൻ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എൻ്റെ ഒരു ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് തരണം. ആക്ച്വലി ഞാനിപ്പോൾ ഈ റൂം യൂസ് ചെയ്യുന്നില്ല. മോന് നടക്കാനൊക്കെ തുടങ്ങിയതുകൊണ്ട് മുകളിൽ കിടക്കാറില്ല. ഞാൻ എൻ്റെ ഡ്രസ്സും ബാക്കി തിങ്സും കാര്യങ്ങളൊക്കെ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ടേബിളും എൻ്റെ ഇങ്ങനത്തെ അൽക്കുലത്തെ കുറച്ച് സാധനങ്ങളെല്ലാം എൻ്റെ റൂമിലാണ് ഒക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ടേബിൾ ഞാനൊരു ആർക്കിടെക്ചറൽ ഡിസൈനറാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ടേബിൾ എൻ്റെ റൂമിൽ തന്നെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഡെസ്ക് സെറ്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരു പോസിറ്റിവിറ്റി വന്നതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തോന്നാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളതും. ഇപ്പം അത് റീസെറ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ്, മൊത്തത്തിലൊന്ന് ബൂസ്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനും ഡീമോട്ടിവേറ്റ് ചെയ്യാനും നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരും അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾക്കും കഴിയും എന്നുള്ളത് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ റീസെറ്റിങ്ങും പരിപാടിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള ആ ഒരു ഡിജിറ്റൽ ക്ലോക്ക് കൂടെ നിങ്ങൾക്കൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ലുക്കേ മാറും. ഡിജിറ്റൽ ക്ലോക്കും അതുപോലെ സ്ട്രിങ് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇതിൻ്റെ ലുക്ക് മാറും. ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ചാനലിൻ്റെ വീഡിയോ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്നാലും നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചാനലിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഗ്രിഡിൻ്റെ അകത്ത് ചിലപ്പോൾ ഞാൻ എൻ്റെ വിഷൻ ബോർഡ് പോലെ സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോർമലി ഫോട്ടോസും കാര്യങ്ങളും പോളറോയിഡ്സൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായിരിക്കും ഇതിന് ചേരുക എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതുപോലെ ചെയ്യാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതാണ് കേട്ടോ നൈറ്റിലെ വ്യൂ എന്ന് പറയാൻ പറ്റില്ല, കർട്ടൻസൊക്കെ ക്ലോസ് ചെയ്തിട്ടുള്ള വ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വരേക്കും സ്മോൾ സൈനിങ് ഓഫ്.